നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനായുള്ള കലശമണ്ഡപം ഒരുങ്ങി. ചെന്ത്രാപ്പിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എടത്തിരുത്തി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികളുടെ സർഗോത്സവം സംഘടിപ്പിച്ചു. കാക്കാത്തിരുത്തി കാളിമലർക്കാവിലമ്മയുടെ ആനന്ദോത്സവത്തിന് കൊടികയറി. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിനായുള്ള കലശമണ്ഡപം ഒരുങ്ങി. ഈ മാസം 28 മുതൽ മെയ് 8 വരെയുള്ള ദിവസങ്ങളിലാണ് നവീകരണ കലശ ചടങ്ങുകൾ. 18 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന നവീകരണ കലശത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബലിവട്ടത്തിന് പുറത്ത് ഭഗവാന് വലത്തും ചുറ്റമ്പലത്തിന് തെക്ക് കിഴക്കേ മൂലയിലാണ് കലശമണ്ഡപം സ്ഥാപിച്ചിരിക്കുന്നത്. 56.8 അടി ചുറ്റളവോടെ 30 അടി ഉയരത്തിൽ താഴികക്കുടത്തോടു കൂടിയുള്ളതാണ് കലശമണ്ഡപം. അഗ്നികോണിലാണ് മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത്. കലശമണ്ഡപത്തിനകത്ത് 5 ഹോമകുണ്ടങ്ങളാണ് ഒരുക്കുക. 501 കലശക്കുടങ്ങൾ കലശത്തിനായി ഉപയോഗിക്കും. ഇവയിലൊന്ന് സ്വർണ്ണക്കുടമായിരിക്കും. തിങ്കളാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ആചാര്യവരണത്തോടെ നവീകരണ കലശ ചടങ്ങുകൾക്ക് തുടക്കമാകും. കലശ ചടങ്ങുകൾക്ക് കാർമ്മികരാകുന്ന ആചാര്യന്മാരും പടിഞ്ഞാറേ നടപ്പുറയിൽ നിന്ന് പൂർണ്ണകുംഭത്തോടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയാൽ മണ്ഡപത്തിലേക്ക് ആനയിക്കും. മണ്ഡപത്തിൽ വെച്ച് പ്രധാന ആചാര്യനായ ക്ഷേത്രം തന്ത്രിക്കും സഹതന്ത്രിമാർക്കും ദിവ്യവസ്ത്ര താമ്പൂലങ്ങൾ സമർപ്പിക്കുന്ന ഭക്തർ കലശം നടത്തി തരാൻ അപേക്ഷിക്കും. കലശം യഥാവിധി നടത്തിത്തരാമെന്ന് ഭഗവാന് മുൻപിൽ സമ്മതിക്കുന്ന ആചാര്യനും മറ്റും ദേവനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കും. തുടർന്ന് മുളയിടൽ, പ്രസാദശുദ്ധി, രക്ഷോഘ്നഹോമം, വാസ്തുബലി എന്നിവ നടക്കും. മെയ് 5 രാവിലെ 11:30 12:15 മധ്യേയുള്ള കർക്കിടകം രാശിയിലാണ് പ്രതിഷ്ഠ നടക്കുക. 6-7 തീയതികളിൽ പരിവാര പ്രതിഷ്ഠ, ഉപദേവ പ്രതിഷ്ഠ, പ്രായശ്ചിത്ത ഹോമം, അഗ്നിജനനം, പ്രായശ്ചിത്ത ശാന്തി, കലശങ്ങൾ എന്നിവ നടക്കും. 8 രാവിലെ നട തുറന്നതിന് ശേഷം ഭഗവാന് പശുക്കുട്ടി, കണിക്കോപ്പ് എന്നിവ കണി കാണിച്ച് പായസം നിവേദിക്കും. പരിവാരങ്ങൾക്കുള്ള ശീഭൂത ബലിക്ക് ശേഷം കലശത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദക്ഷിണ നൽകുന്നതോടെ നവീകരണ കലശത്തിന് സമാപനമാകും. ചെന്ത്രാപ്പിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയുടെയും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എടത്തിരുത്തി യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികളുടെ സർഗോത്സവം സംഘടിപ്പിച്ചു. കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ ഗുരു സ്മാരക സമാജം ഹാളിൽ നടന്ന ക്യാമ്പ് ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. അഭിമാനപൂരിതമാകണം അന്തരംഗം. അതായത് അത് വയനാട്ടിൽ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം വേണം. ഇപ്പൊ തരാത്തതാരാ സ്വാതന്ത്ര്യം? നമുക്ക് സ്വാതന്ത്ര്യം തരാതിരുന്നതാരാ? നമുക്ക് സ്വാതന്ത്ര്യം തരാതിരുന്നതാരാ? ഏതാ നമ്മുടെ സ്വാതന്ത്ര്യ ദിനം? ആഗസ്റ്റ് 1947 ആഗസ്റ്റ് 15. അപ്പൊ അതിനു മുമ്പ് നമ്മളൊക്കെ എന്തായിരുന്നു? എല്ലാവരും ശ്രദ്ധിക്കണം. എന്തായിരുന്നു? അപ്പോ അസ്വതന്ത്രരായിരുന്നു അല്ലെ? സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ 47 കിട്ടുള്ളൂ. അതിനു മുമ്പ് വള്ളത്തോട് എഴുതിയാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ദിനപത്രം, ഇപ്പോഴത്തെ ദിനപത്രം തുടങ്ങാൻ വേണ്ടിയിട്ട് നാടായ നാട് മുഴുവൻ 5 രൂപയുടെ ഷെയർ പിരിച്ച് നടന്ന മഹാനായ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ആളാണ്. എന്താണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? ദേശത്തിന്റെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ പേരും കൂടി ഒരുമിച്ച് മിക്കവാറും നിന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ദേശീയ പ്രസ്ഥാനം. അതിന്റെ വേറൊരു പേരാണ് കോൺഗ്രസ്. അന്ന് കോൺഗ്രസ് ഉള്ളൂ. TN അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. VK രവീന്ദ്രൻ മാസ്റ്റർ ക്യാമ്പ് നയിച്ചു. അനിഷ അൻവർ, KS സുശീൽ, MM പ്രതാപൻ, KS ഷാജി എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ പുതിയ ശീവേലി തിടമ്പിന്റെ നിർമ്മാണം പൂർത്തിയായി. നവീകരണ കലശത്തിന് മുന്നോടിയായി നടന്ന അഷ്ടമംഗല പ്രശ്നപരിഹാര ക്രിയകളുടെ പ്രധാന നിർദ്ദേശമാണ് ഇതോടെ പൂർത്തിയായത്. കാലപ്പഴക്കം മൂലം കേടുവന്ന തിടമ്പ് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പുതിയ തിടമ്പ് ആവശ്യമാണെന്ന് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് നിർദ്ദേശിച്ചത്. തുടർന്ന് കലശ കമ്മിറ്റിയുടെ അപേക്ഷ പ്രകാരം തിടമ്പ് നിർമ്മിക്കാനായി 6 കിലോ വെള്ളിയും 500 ഗ്രാം സ്വർണവും കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകി. വെള്ളിയിൽ നിർമ്മിച്ച തിടമ്പിൽ സ്വർണം പതിക്കുന്നത് 2 ദിവസത്തിനകം പൂർത്തിയാകും. 2 ലക്ഷം രൂപ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മാത്രം ചിലവായിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തിച്ച വെള്ളി തിടമ്പ് ദേവസ്വം മാനേജർ KK രാജൻ, കലശ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ PG നായർ എന്നിവർ ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് മാനേജർ ED അഖിൽ, കലശ കമ്മിറ്റി ക്ഷേമ സമിതി ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസത്തിനകം ശീവേലി തിടമ്പിന്റെ സമർപ്പണം നടക്കും. കാക്കാത്തിരുത്തി കാളിമലർക്കാവിലമ്മയുടെ ആനന്ദോത്സവത്തിന് കൊടിയേറി. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, ശ്രീരുദ്ര മന്ത്രാർച്ചന എന്നിവയ്ക്ക് ശേഷം കൊടിയേറ്റ് ചടങ്ങ് നടത്തി. ക്ഷേത്രം തന്ത്രി അരവിന്ദൻ പനങ്ങാട്ട് കൊടിയേറ്റ് ചടങ്ങ് നിർവഹിച്ചു.
ക്ഷേത്രം ശാന്തി സുമേഷ്, ക്ഷേത്രപാലകൻ വി.ആർ. ശിവദാസൻ, പ്രസിഡന്റ് അനിരുദ്ധൻ മാരാത്ത്, സെക്രട്ടറി തിലകൻ അത്തിക്കാവിൽ, തുമ്പൂർ സുബ്രഹ്മണ്യം എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് സംഗീത മണ്ഡപത്തിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ എസ് രമേശൻ നായർ നിർവഹിച്ചു. വൈകിട്ട് കുറ്റിച്ചിറ രതീഷിന്റെ നേതൃത്വത്തിൽ അഷ്ടനാഗക്കളം ഉണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെ നടത്തുന്ന നൃത്തോത്സവം സിനിമാ താരങ്ങളായ വൈദേഹി, മിത്ര കുര്യൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 6:30 മുത്തപ്പന്മാർക്ക് കളമെഴുത്തും പാട്ടും ഉണ്ടായിരിക്കും. ഇനിയൊരു ഇടവേള.